ഹായ് ഗായ്സ്, പ്രണവ് മോഹൻലാലിൻ്റെ ഡീസ് ഇറെ ഇങ്ങനെയാണെന്ന് തോന്നുന്നു പടത്തിൻ്റെ പേര് വായിക്കേണ്ടത്. കാരണം മലയാള സിനിമയിൽ എനിക്കൊന്നും ആദ്യമായിട്ടായിരിക്കും ഒരു മൂവിയുടെ പേര് നമുക്ക് വായിക്കാനായിട്ട് നമ്മളതിനെ കൺഫ്യൂസ്ഡ് ആവാണ്. ഇതെങ്ങനെയാണ് വായിക്കേണ്ടത്? അല്ലെങ്കിൽ സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ഞങ്ങളുടെ സിനിമയുടെ പേര് വായിക്കേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവരൊരു പ്രൊമോ വീഡിയോ പോലും ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതിൻ്റെ പേര് വായിക്കേണ്ടത് ഡീസ് ഇറെ എന്നാണെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും തിരുത്താം. അപ്പോൾ ഈ പടത്തിൻ്റെ ഡയറക്ടർ ആരാണെന്നുള്ളത് വലിയൊരു പോയിന്റാണ്. പ്രണവ് മോഹൻലാൽ നായകൻ എന്നതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഈ പടത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ സദാശിവൻ്റെ പടം എന്നുള്ളതാണ്. ഇപ്പോൾ ഭൂതകാലത്തിന് ശേഷം, ഭ്രമയുഗത്തിന് ശേഷം പുള്ളി ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി അതൊരു ഹൊറർ പടം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഈ മലയാള സിനിമയിൽ ഹൊറർ പടം ചെയ്യാനായിട്ടുള്ള മാസ്റ്റർ ഇന്ന് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് അത് രാഹുലായിരിക്കും. കിണ്ണം കാച്ചി പുള്ളി വർക്ക് എടുത്തവിടെ വെക്കും. ഇതിൻ്റെ വൺലൈൻ ഞാൻ പണ്ടിങ്ങനെ ഓൺലൈനിലൂടെ കേട്ട സമയത്താണെങ്കിൽ തന്നെയും ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാൻ കേട്ട വൺലൈൻ ഇങ്ങനെയാണ്: ഒരു യുവാവിനൊരു ചെറിയ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമാണെന്നൊക്കെ തോന്നുന്നു. ആ യുവാവ് ഒരു പ്ലേ ബോയ് കൈൻഡ് ഓഫ് പരിപാടീസൊക്കെ പുള്ളി ഒപ്പിച്ച് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇങ്ങനെ കേട്ട സംഭവം. അപ്പോൾ ആ യുവാവിൻ്റെ ഒരു റിവഞ്ച് എടുക്കേണ്ടി വരികയും ആ റിവഞ്ചിന് പുള്ളി ഒരു സാത്താൻ്റെ ഒരു ഹെൽപ്പ് തേടേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകുകയും പിന്നെ പുള്ളിക്ക് നേരിടേണ്ടി വരുന്ന ഓബ്സ്റ്റക്കിൾസ് എന്തൊക്കെയാണ്, അതൊരു വലിയൊരു വിഷയത്തിലേക്കൊക്കെ പോകുന്ന സംഭവമാണ് ഞാൻ ഇതിനെ വൺലൈൻ കേട്ടത്. അത് മാത്രമല്ല, പണ്ട് വിനീത് ശ്രീനിവാസൻ ഒരു ഇൻ്റർവ്യൂവിൽ പ്രണവ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന പടത്തിനകത്ത് ഒരു നെഗറ്റീവ് കൈൻഡ് ഓഫ് പരിപാടി ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര രസമുണ്ട്. അത് പണ്ട് ലാലേട്ടൻ ചെയ്തു വെച്ച വില്ലൻ വേഷങ്ങളുടെ ഒരു ഷെയ്ഡ് എപ്പോഴും പ്രണവിൻ്റെ മുഖത്തും ബോഡി ലാംഗ്വേജിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് പുള്ളിക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര നൈസായിരിക്കും. പ്രണവിൻ്റെ ആ ഒരു ഫൈറ്റും പ്രണവിൻ്റെ ആ ഒരു ലുക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇതിനകത്ത് ഫൈറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ആ ഒരു ലുക്കും പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം യൂസ് ചെയ്യേണ്ട, ഒരു നെഗറ്റീവ് ഷെയ്ഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറക്ടറിനെ കിട്ടേണ്ടത് പുള്ളിക്കും ആവശ്യമാണ്. എനിവേ, നമുക്ക് എന്തായാലും പടത്തിൻ്റെ ട്രെയിലർ കണ്ടു നോക്കാം. ഇരുട്ട്, പകൽ, ഒരു പഴയ വീട്. രാഹുലിൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലൻസ് കൊണ്ട് നമ്മളെ പീഡിപ്പിക്കുക എന്നുള്ളതാണ്. ഒരുപാട് ക്യാരക്ടേഴ്സ്. ഞാൻ പെട്ടെന്ന് ആ ഫോട്ടോ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മമ്മൂക്കയാണെന്ന് കൊടുത്തു. പ്രണവിനെ പറ്റിയാണ് എന്തെല്ലാം പറയുന്നത്. ആ കുട്ടിയോട് പറഞ്ഞുകൂടാന്ന് ചോദിച്ചത് പ്രണവിനെ പറ്റിയാണ്. മെയിൻ പരിപാടി സൗണ്ട് കൊണ്ട് നമ്മളെ പീഡിപ്പിക്കുന്നു. ട്രൂ ഇവന്റ് ആണ്, ഒറിജിനൽ സ്റ്റോറി. ഞാൻ രാവിലെ ഒരു ദിവസം നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു തുണിയാണ് വെള്ളത്തിൽ കിടക്കുന്നത് വിചാരിച്ചു. പ്രണവിന്റെ ലുക്ക് ഭയങ്കര പൊളിയാണ്, ഒരു രസമുള്ള ലുക്കാണ്. പേടിപ്പിക്കും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് സൗണ്ട് കൊണ്ട് നമ്മൾ തിയേറ്ററിൽ ഇരിക്കുമ്പോഴത്തേക്കും സൗണ്ട് കൊണ്ട് നമ്മളെ എന്തായാലും പേടിപ്പിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടാവും. വേറാരോടും പറഞ്ഞത് വിശ്വസിക്കും. പ്രണവ് കൊള്ളാട്ടാ. പ്രണവിൻ്റെ ഒരു നമ്മള് ഇതുവരെ കണ്ടതിൽ വെച്ച് പ്രണവിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആകാനുള്ള ചാൻസ്. ഈ ഉപ്പിടുന്ന പരിപാടി ഞാൻ പറയട്ടെ, അത് ഉപ്പിച്ചിൽ ഉപ്പ് ഡിമോൺ പരിപാടിയാണ് മെയിനായിട്ട്. ഞാൻ പറഞ്ഞില്ല, പ്രണവിൻ്റെ ലുക്ക് ഈ ഒരു സീനൊന്നും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം. അത് നൈസായിട്ടുണ്ട് കേട്ടോ. ഇത് കൊള്ളാലോ. നിങ്ങൾ ലാസ്റ്റ് രണ്ട് ഷോട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സംഭവം മനസ്സിലാവും. പ്രണവ് ഇത്രയും സീനിൽ നമ്മൾ കാണിക്കുന്ന പേടിച്ച് നിൽക്കുന്ന ഒരു പ്രണവ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പുള്ളിയുടെ ഒരു മാനറിസം ഭയങ്കരമായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. പുള്ളി വേറൊരു എന്താ പറയണ്ട, ഒരു റിവഞ്ച് പരിപാടി പോലെ പുള്ളി ഇങ്ങനെ ഏറ്റെടുക്കുന്നതായിട്ട് പേഴ്സണലി എനിക്ക് കണ്ടപ്പോൾ തോന്നി. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഒരു വൺലൈൻ ഞാൻ കേട്ടതുപോലെ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സാത്താൻ്റെ അല്ലെങ്കിൽ ഒരു ചെകുത്താൻ്റെ ഒരു ഭൂതത്തിൻ്റെ സഹായം തേടേണ്ടി വരുന്ന പരിപാടിയാണെങ്കിൽ അത് നൈസായിരിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഉപ്പിൻ്റെ പരിപാടിയൊക്കെ കാണിച്ചല്ലോ, ഉപ്പ്, ഗ്ലാസ്. ഇതിങ്ങനെ ഈ ഡിമോൺ പരിപാടിയിലൊക്കെ ഉപ്പിനൊക്കെ ഒരുപാട്, അല്ലെങ്കിൽ ഈ കുപ്പിച്ചില്ലിനൊക്കെ ഒരുപാട് നമ്മൾ കഥകൾ കേട്ടിട്ടുണ്ട്, കുറേ പ്രാധാന്യമുള്ളതായിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് പരിപാടീസ് നമ്മളിതിനെ കഥയായിട്ട് കേട്ടിട്ടുണ്ട്. എനിവേ, ട്രെയിലർ ഭയങ്കര ഇമ്പ്രസീവ് ആണ്. എനിക്ക് തോന്നുന്നു പ്രണവിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാണാനുള്ള ചാൻസും ഏറ്റവും കളക്ഷൻ കിട്ടാൻ വേണ്ടി പോകുന്ന
ഒരു അല്ലെങ്കിൽ ഏറ്റവും മികച്ച അഭിപ്രായം കിട്ടാൻ വേണ്ടി പോകുന്ന ഒരു സിനിമയായിട്ട് ഈ പടം മാറാനുള്ള ചാൻസസ് ഭയങ്കര ഹൈ ആണ്. രാഹുലിന്റെ കയ്യിൽ പ്രണവിനെ കിട്ടുമ്പോഴത്തേക്ക് എന്തായാലും രാഹുൽ യൂസ് ചെയ്യും. ചുമ്മാ രാഹുൽ എന്തായാലും ഷൈൻ്റെ പടമാണെങ്കിൽ തന്നെ നമ്മുടെ ഭൂതകാലത്തിലാണെങ്കിലും രേവതി ഷൈൻ പരിപാടീസൊക്കെ നൈസായിട്ടുണ്ടായിരുന്നു. പ്രമേയുഗത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. മമ്മൂക്കി ആണെങ്കിലും അർജുൻ അശോകനാണെങ്കിലും സിദ്ധാർത്ഥ് ഭരതനാണെങ്കിലും അവരുടെ മൂന്ന് പേരുടെ പെർഫോമൻസും കട്ടക്കട്ടക്കായിരുന്നു. അപ്പോൾ രാഹുൽ എന്തായാലും പെർഫോമൻസ് പ്രണവിനെ കൊണ്ട് മാക്സിമം ചെയ്യിപ്പിക്കും. പ്രണവ് എന്തായാലും പണി എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. പ്രണവിന് പറ്റുന്നൊരു പരിപാടിയായിട്ട് ഇത് കണ്ട തോന്നി. എനിവേ പടം എന്തായാലും ഹലവണ്ടയിൽ റിലീസാവും. തിയേറ്ററിൽ പോയി ഞാൻ എന്തായാലും പോയി കാണും. പിന്നെ തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് ചില അലവലാദികൾ വരും. ഈ ഹൊറർ പടം കാണുമ്പോഴത്തേക്കും അയ്യോ ദേ വരുന്നു ഓടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിയേറ്ററിൽ കിടന്ന് ഒച്ചയമ്പോളം ഉണ്ടാക്കുന്ന കുറേ ഊളകളുണ്ടാവും. അങ്ങനെ ആരെങ്കിലും വരുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞ ദേഷ്യം വരും. അങ്ങനെയുള്ള അലവലാദികൾ ദയവ് ചെയ്ത് ഈ പടം കാണാൻ വേണ്ടി വരരുത്. നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ വീട്ടിൽ മുള്ളിയിട്ട് പോയി കിടന്നുറങ്ങുക. അല്ലാണ്ട് തിയേറ്ററിൽ വന്ന് കിടന്ന് അടിച്ചിട്ട് ഒച്ചയമ്പോളം ഉണ്ടാക്കാൻ നിൽക്കുന്ന പരിപാടി അത് ദയവ് ചെയ്ത് ഇറക്കരുത്. നമുക്ക് രസമായിട്ട് ഈ പടം കാണാൻ വേണ്ടി പറ്റണം. എന്തായാലും വെയിറ്റിംഗ് ആണ്. FD FS ആരൊക്കെ കാണും കമൻറ്റ് ചെയ്യും. ബൈ.